UDF BJP ഡീൽ മറച്ചുവയ്ക്കാനാണ് കോൺഗ്രസ് പുതിയ ആരോപണം ഉന്നയിക്കുന്നതെന്ന് MV ജയരാജൻ. മഞ്ചേശ്വരത്ത് KG മാരാരെ ജയിപ്പിക്കാൻ തീരുമാനിച്ചത് ലീഗ് കോൺഗ്രസ് നേതാക്കളാണെന്നും MV ജയരാജൻ കാസർഗോഡ് പറഞ്ഞു. 16 നേമത്ത് ചെയ്തതുപോലെ BJPക്ക് കേരള നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഒരവസരം ഉണ്ടാക്കുകയാണ് UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം BJPയുമായി ഡീലുണ്ടാക്കുന്നു എന്ന പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഡീലിനെ മറച്ചു പിടിക്കാൻ നോക്കുന്നത്. ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെയാണ് UDF ഇപ്പോൾ പെരുമാറുന്നത്. ജനസംഘമായും BJPയുമായും 1960 മുതൽ 2025 വരെയുള്ള വിവിധ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും ലീഗും BJPയുമായി ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. 1960 പട്ടാമ്പിയിൽ EMSനെ തോൽപ്പിക്കാൻ വേണ്ടി ജനസംഘവും കോൺഗ്രസും ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെയാണ് നിർത്തിയത്. നോമിനേഷൻ പിൻവലിക്കേണ്ട തീയതി കഴിഞ്ഞതിന് ശേഷമാണ് ആ ഡീൽ ഉറപ്പിച്ചത് എന്നതുകൊണ്ട് നോമിനേഷൻ പേപ്പറിൽ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരുണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരുടെ വോട്ട് BJP അന്നത്തെ ജനസംഘത്തിന് തന്നെ പോകണം എന്നതുകൊണ്ട് അന്നത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒരു നോട്ടീസ് അച്ചടിച്ചിറക്കിയിട്ടാണ് EMSനെ തോൽപ്പിക്കാൻ നിങ്ങളെല്ലാം ജനസംഘ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. ആ രേഖകളെല്ലാം പിന്നീട് പുറത്തു വന്നതാണ്. പക്ഷെ EMS 7000-ലധികം വോട്ടിനൊന്ന് വിജയിച്ചു. 1971 പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ AKGയെ തോൽപ്പിക്കാനായിരുന്നു അന്ന് ജനസംഘവും കോൺഗ്രസും ഡീലുണ്ടാക്കിയത്. ഗാന്ധി ശിഷ്യന്മാരും ഗാന്ധി ഘാതകരും ഒന്നിച്ച് മത്സരിച്ച് AKGയെ തോൽപ്പിക്കാൻ നോക്കിയിട്ടും AKG ജയിച്ചു. 1991 ആ ഡീല് പുതിയ രൂപത്തിലായി. BJP വന്നു. BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വരവ് അങ്ങനെയാണ്. അത് ബേപ്പൂർ വടകര മോഡലായിരുന്നു. അന്ന് നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ഒന്നിച്ചാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ബേപ്പൂർ, മഞ്ചേശ്വരം, തിരുവനന്തപുരം ഈസ്റ്റ് എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളിലും വടകര, തിരുവനന്തപുരം എന്നീ ലോകസഭാ മണ്ഡലങ്ങളിലുമായിരുന്നു അന്ന് OLB കൂട്ടുകെട്ട്. ഇത് സംബന്ധിച്ച് KG മാരാരുടെ ജീവിതത്തെക്കുറിച്ച് രചിച്ച പുസ്തകത്തിൽ KG മാരാർ രാഷ്ട്രീയത്തിലെ സ്നേഹസാഗരം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന്റെ 156-ാം പേജിൽ പാഴായ പരീക്ഷണം എന്ന ഒരു അധ്യായമുണ്ട്, 18-ാം അധ്യായം. ആ അധ്യായത്തിൽ പറയുന്നത് 1991 തെരഞ്ഞെടുപ്പിൽ ജയിച്ചേ തീരൂ എന്ന ചിന്ത ശക്തിപ്പെട്ടു. ആരുമായും ചേർന്ന് ലക്ഷ്യം നേടണമെന്നായിരുന്നു തീരുമാനം. മാർക്സിസ്റ്റ് ഹുങ്കിന് ഇരയായി ഏറെ കഷ്ടനഷ്ടങ്ങൾ സഹിക്കുന്ന പ്രസ്ഥാനം എന്ന നിലക്ക് BJP അവരുമായി അടുക്കുന്നതിന് അന്ന് ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. പിന്നെയുള്ളത് ഐക്യമുന്നണിയാണ്. ഐക്യമുന്നണിയും വിജയപ്രതീക്ഷ തീരെ ഇല്ലെന്ന് കണക്കുകൂട്ടി നിൽക്കുകയായിരുന്നു. BJPയുമായി ബന്ധപ്പെടുന്നതിൽ തെറ്റില്ലെന്ന് അവരുമായി ബന്ധപ്പെട്ടും ജയിക്കണമെന്ന് BJPയും ചിന്തിച്ചു. ഒരു കൂട്ടുകെട്ട് രാഷ്ട്രീയത്തിന്റെ ആദ്യ അക്ഷരം പോലും അന്ന് BJPക്ക് വശമുണ്ടായിരുന്നില്ല.